കരയരുതീനീമേ മകനേ, ഞാൻ നിൻ കരം പിടിക്കാനായി കൂടെയില്ലേ. കരയരുതീനീമേ മകനേ, ഞാൻ നിൻ കരം പിടിക്കാനായി കൂടെയില്ലേ. നീയൊരു നാളും പതറുകയില്ല. കരയരുതീനീമേ മകനേ, ഞാൻ നിൻ കരം പിടിക്കാൻ. പ്രഭാത വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വിശുദ്ധ എവൻഗേലിയോൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാകരമായ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിന്റെ 9 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗങ്ങളെ ആധാരമാക്കിയാണ്. യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും; അന്വേഷിപ്പിൻ, നിങ്ങൾക്ക് കണ്ടുകിട്ടും; മുട്ടുവിൻ, നിങ്ങൾക്കായി തുറക്കപ്പെടും. For everyone who asks receives, for the one who seeks finds, and to the one who knocks the door will be opened. എത്ര മനോഹരമായ വാക്യമാണ്. 3 പദങ്ങളെയാണ് നാം വേർതിരിക്കുന്നത്: ആസ്ക്, സീക്ക് ആൻഡ് നോക്ക്. യാചിക്കുക, അന്വേഷിക്കുക, മുട്ടുക. These 3 terms are pointing to the importance of approaching God in prayer. പ്രാർത്ഥനയിലൂടെ ദൈവത്തെ എങ്ങനെ സമീപിക്കണം എന്നുള്ളതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കീ വേർഡ്സ് ആണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ആസ്ക്, സീക്ക് ആൻഡ് നോക്ക്. And what is the difference between ask, seek and knock? ഈ 3 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കുറെ കൂടി ആഴമായി ചിന്തിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ വചനം വെളിപ്പെടുത്തി തരുന്നുണ്ട്. ആസ്കിങ് ഈസ് വെർബൽ. ക്രിസ്ത്യാനികൾ അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സഫലീകരിക്കുവാനായി അവരുടെ അധരങ്ങളെയും നാവുകളെയും ഉപയോഗിക്കണം. പ്രാർത്ഥനയുടെ ശബ്ദത്തിലൂടെ ദൈവസന്നിധിയിൽ അടുത്തു വരണം, യാചന സമർപ്പിക്കണം. We have to submit our supplications before God. ഇനി എന്താണ് സീക്ക് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? We are to seek with our minds and hearts. നമ്മുടെ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടുമാണ് യഥാർത്ഥത്തിൽ നാം അന്വേഷിക്കേണ്ടത്. 3-ാമത് നോക്ക്, മുട്ടി വിളിക്കുക. The knock involves a physical movement. നോക്ക് എന്ന് പറയുന്നിടത്ത് ഭൗതികമായ ഒരു പ്രവർത്തനം അത്യന്താപേക്ഷിതമാണ്. ആസ്ക് and it will be given to you. Search and you will find. Knock and the door will be opened. യാചിക്കുക, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. എന്താണ് ദൈവത്തോട് യാചിക്കേണ്ടത്? ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം മധുരതരമായിട്ട് തീരുക. ദൈവത്തിന്റെ കരുണ നമ്മിലേക്ക് കടന്നു വരണം. അതുകൊണ്ടാണ് പരിശുദ്ധ സഭയുടെ കൗമ നാം ചെല്ലുമ്പോൾ കരുണ എന്നുള്ള വാക്ക് ആവർത്തിച്ച് ചൊല്ലുന്നത്. ദൈവത്തിൽ നിന്ന് കരുണയാണ് നാം പ്രതീക്ഷിക്കുന്നത്. പൂർവകാലങ്ങളിൽ സന്യസ്തർ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരുന്ന ഏറ്റവും ചെറിയ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവമേ പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന. ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ മീ. ദൈവമേ പാപിയായ എൻ്റെ മേൽ കരുണ തോന്നണമേ. ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം അർത്ഥപൂർണമായി തീരുക. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 6-7 വചനങ്ങൾ പരിശോധിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ മക്കളാകിയാൽ അബ്ബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാനുള്ള പുത്രത്വത്തിന്റെ അധികാരം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്.
നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിച്ചു കൊള്ളുക. അതിനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിരിക്കുക. പലപ്പോഴും നമ്മുടെ സങ്കടം എന്ന് പറയുന്നത് നാം പലവട്ടം യാചിച്ചിട്ടും നമുക്ക് ലഭിക്കുന്നില്ല, ചോദിച്ചിട്ടും ഉത്തരമരുളുന്നില്ല. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ 2 കാര്യങ്ങളെ കുറിച്ച് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ യാചനകൾ ഫലപ്രാപ്തിയിൽ എത്താത്തതിന്റെ കാരണം ഒന്ന്, നിങ്ങളുടെ സംശയ മനസ്ഥിതിയാണ്. പ്രാർത്ഥിക്കുന്നത് ലഭിച്ചു എന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ വരുന്നു. നിങ്ങൾ അപേക്ഷിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിപ്പിൻ. ആ വിശ്വാസം നമ്മിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് സംശയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അത് നമ്മുടെ പ്രാർത്ഥനയുടെ ആത്മാവിനെ ദുർബലമാക്കി മാറ്റുന്നുണ്ട്. 2-ാമത്തെ കാര്യം നമ്മുടെ ചഞ്ചലമായ പ്രകൃതിയാണ്. ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാതെ, ഏകാഗ്രമായ ഒരു പ്രാർത്ഥന നിറവേറ്റാൻ കഴിയാതെ, ലക്ഷ്യബോധമില്ലാതെ നാം ദുർബലപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങൾ. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾ കേൾക്കപ്പെടുന്നില്ല. വചനം ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ യാചിക്കേണ്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാം നിങ്ങളെ വെളിപ്പെടുത്തി തരുമെന്നാണ് വചനം നമ്മളോട് മന്ത്രിക്കുന്നത്. എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വചനം പരിശോധിക്കുമ്പോൾ പൗലോസ് ലീഹ പറയുന്നു, പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് നാം യാചിക്കേണ്ടത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വചനത്തിൽ പരിശുദ്ധാത്മാവ് എന്ന പദത്തിന് പകരം നല്ല ദാനങ്ങൾ എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഏറ്റവും ഉദാത്തമായ ദാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനെ ചോദിച്ച് വാങ്ങുക. പലപ്പോഴും ദൈവസന്നിധിയിൽ ചോദിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ നമ്മളുടെ പ്രാർത്ഥനാ രീതി മാറിപ്പോവുകയാണ്, നമ്മുടെ മനസ്ഥിതി മാറിപ്പോവുകയാണ്. എന്നാൽ വചനം ഓർമ്മപ്പെടുത്തുന്നു, പ്രാർത്ഥിക്കുന്ന നാം ആണ് മാറേണ്ടത്, നമ്മുടെ പ്രാർത്ഥനാ രീതിയല്ല. ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് നാം രൂപാന്തരം പ്രാപിക്കേണ്ടവരാണ്. നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. റോമർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വചനത്തിൽ അപ്പോസ്തലൻ പൗലോസ് ലീഹ പറയുന്നത് അതാണ്. നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കുകയും ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളെ തന്നെ സമർപ്പിപ്പിൻ. ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടി വിളിക്കുക. എവിടെയാണ് മുട്ടി വിളിക്കേണ്ടത്? ദൈവമേ, അങ്ങയുടെ കരുണയുടെ വാതിലിൽ ഞങ്ങളുടെ ശബ്ദം മുട്ടി വിളിക്കുന്നു എന്നാണ് പ്രാർത്ഥനയിൽ നാം ചൊല്ലുന്നത്. നമ്മുടെ ശബ്ദം ദൈവത്തിന്റെ കരുണാവാതിലിൽ ചെന്ന് മുട്ടുകയാണ്. തീർച്ചയായും ദൈവം വാതിൽ തുറന്ന്, ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സമൃദ്ധമായ നന്മകളാൽ നമ്മെ അനുഗ്രഹിക്കും. മുട്ടുക എന്ന വാക്കിന് ഏറ്റവും നല്ല അർത്ഥം മഹാനായ ഒരു മനുഷ്യൻ തരുന്നത്, നിങ്ങൾക്ക് തുറക്കാൻ സാധിക്കാത്ത വാതിലുകളെ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരാൻ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് മുട്ടി വിളിക്കുക എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവത്തിന് തുറക്കാൻ സാധിക്കാത്ത വാതിലുകളില്ല. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ സാധിക്കുന്നവരാകുക. അങ്ങനെ യാചനയും അന്വേഷണവും മുട്ടി വിളിക്കലും അനുഗ്രഹത്തിന് കാരണമായിട്ട് തീരണമെന്നാണ് ഇന്നത്തെ ഏവൻഗേലിയോൻ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവസന്നിധിയിൽ അനുഗ്രഹകരമായ യാചനകളെ നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി നമുക്ക് അന്വേഷിക്കാം. മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, പിന്നീടുള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ ആ വചനത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിന്റെ കരുണാവാതിലിൽ മുട്ടി വിളിക്കുവാൻ, ഉത്തരം ലഭിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഇന്നത്തെ വചനഭാഗം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായതിന് നമ്മെ ഒരുക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും
സമാധാനവും നിറഞ്ഞ ഒരു നല്ല കർത്തൃദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ധന്യേ നിൻ പ്രാർത്ഥനമേവട്ടെ ഞങ്ങളോടൊപ്പം